ഹായ് ഗായ്സ്, ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിൻ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവളുടെ ഫ്രണ്ട് അവളെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അവൾ തെറ്റിക്കുമ്പോഴൊക്കെ അവളുടെ ഫ്രണ്ട് അവൾക്ക് നല്ല ഇടി കൊടുക്കും. പിന്നീട് അവർ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ അവൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യും. പിന്നെ അവളുടെ ഫ്രണ്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ ആദ്യമൊന്നും ഇത്രയ്ക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടില്ലല്ലോ, ഇപ്പം എന്തിനാണ് ഇതൊക്കെ ചെയ്യണത്? അപ്പോൾ അവൾ പറയും, എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ? ഇതുവരെയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ അച്ഛനമ്മ ചെയ്തിട്ട് തന്നിട്ടുള്ളത്. ഇത് എനിക്ക് എങ്ങനെയെങ്കിലും നേടിയെടുത്താൽ പറ്റും. ഇത് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ച കാര്യമാണ്. അതെങ്ങനെയെങ്കിലും ഞാൻ നേടുന്നൊക്കെ അവൾ പറയും. പിന്നീട് അവൾ നേരെ ഇൻ്റർവ്യൂവിന് പോവും. അങ്ങനെ അവൾ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഭയങ്കര നെർവസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ആൾ വരും. പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ചെറിയ ചെറിയ 2 ക്വസ്റ്റ്യൻസൊക്കെയാണ് ചോദിക്കുക. അപ്പോൾ അവൾ ഇത്രയേ ഉള്ളൂ ഇൻ്റർവ്യൂ, ഇത് നല്ല കമ്പനി അല്ലേ എന്നൊക്കെ അവൾക്ക് തോന്നും. നീനെ ഇവിടെ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ കാരണം തന്നെ ലിന്നാണ്. അവൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയ ഇൻ്റർവ്യൂ ആയിരിക്കും ഇത്. അവൾക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ജോലി സെറ്റാക്കി കൊടുക്കണം എന്നായിരിക്കും അവൻ്റെ ഉദ്ദേശം. അങ്ങനെ ഈ സമയത്ത് അവനൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവൻ്റെ എല്ലാ അഭിപ്രായങ്ങളോടും എതിരഭിപ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവിടെ. പക്ഷേ അവനതെല്ലാം മറികടന്ന് വരും. അവൻ മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യാനോടാണ് അങ്ങനെയൊക്കെ. പിന്നീട് ഹീറോ ഓഫീസിലിരുന്ന് നമ്മുടെ ഹീറോയിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ ആ സമയത്ത് ആ ഓഫീസിൽ നിന്ന് പോകണുണ്ടാവുള്ളൂ. അവളും അവിടെ തന്നെ ഉണ്ടാവും. പിന്നീട് നീ കോളേജിൽ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ ഇൻ്റർവ്യൂ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ അവിടേക്ക് ജോലിക്ക് പോകണമെന്ന് ആലോചിക്കണമെന്ന് പറയും. ഇതൊക്കെ റങ് കേൾക്കുന്നുണ്ടാവും. അവൾ ഇതൊക്കെ കേട്ടിട്ട് ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയണത്, എത്ര വലിയ കമ്പനിയാണെന്നൊക്കെ വിചാരിക്കും. അവൾക്ക് നീ പറയണമെന്നൊന്നും ഇഷ്ടാവില്ല. പിന്നീട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നീയും ഫ്രണ്ടും കൂടി സംസാരിച്ച് പോകുമ്പോൾ ഇതൊക്കെ ദൂരെ ഇരുന്ന് റങ് നോക്കുന്നുണ്ടാവും. റങ് എന്നിട്ട് നീ തന്നെ തുറച്ച് നോക്കും. പിന്നീട് റങ് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഒരു സ്ട്രീറ്റിലുള്ള ഒരു വീട്ടിലേക്ക് പോവും. അവിടെ ഒരു ആൻറ്റി ഉണ്ടാവും. അപ്പോൾ അവൾ ആൻറ്റി എന്ന് പറഞ്ഞ് ആ ലേഡിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് വരിക നമ്മുടെ സോങ്ഷു ആയിരിക്കും. അവൻ്റെ അമ്മയാണ് ആ ലേഡി. റങ് എന്നിട്ട് സൊങ്ങീൻ്റെ അടുത്ത് എന്നാൽ നമുക്ക് കുറച്ച് സംസാരിച്ചാലോ എന്ന് ചോദിക്കും. അപ്പോൾ സൊങ്ങീൻ്റെ മുഖം മാറിയിട്ടുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിയയാണ്. അവൾ ലൈബ്രറിയിൽ നിൽക്കായിരിക്കും. അപ്പോൾ അവൾക്കൊരു കോള് വരും. അറിയാത്ത നമ്പറായിരിക്കും. ഇവളിത് ആരാണെന്ന് വിചാരിച്ച് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ആ കമ്പനിയിൽ നിന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. അവൾക്ക് ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെന്നും കൂടുതൽ ഡീറ്റെയിൽസ് വേഗം അയക്കാമെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അവൾ ഭയങ്കര സന്തോഷത്തിലാവും. അപ്പോൾ തന്നെ ഫ്രണ്ട്സ് ഒരു പാർക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അവൾ പാർക്കിലേക്ക് പോകുമ്പോൾ അവളുടെ വേറൊരു ഫ്രണ്ടിനെ കൂടി കാണും. അവർ രണ്ടുപേരും ഇൻ്റർവ്യൂവിന് വിളിച്ച കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെ സന്തോഷത്തിൽ ആ പാർക്കിലേക്ക് പോകും. അവിടേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും മുഖം വീർപ്പിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്താണെന്ന് മാത്രം നീക്ക് മനസ്സിലാവില്ല. നീ അപ്പോൾ എന്താ എല്ലാവരും ഇങ്ങനെ നോക്കണമെന്നൊക്കെ എല്ലാവരുടെ ചോദിക്കുമ്പോഴാണ് റങ് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട്, നീ വല്ലാതെ അഭിനയിക്കൊന്നും വേണ്ട, നിനക്കൊന്നും മനസ്സിലായില്ല അല്ലേ, നിൻ്റെ എല്ലാ അഭിനയം ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറയുക. അപ്പോഴാണ് വേറൊരു ഫ്രണ്ട് എണീച്ച് ദേഷ്യപ്പെടണമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുക്കുക. റൊങ്ങിന് ലിന്നിൻ്റെ കമ്പനിയിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഹോസ്റ്റലിലേക്കാണ് വന്നത്. ഒരു ലേഡിയാണ് എടുത്തത്. എന്നിട്ട് പിന്നെ ആ കോള് റൊങ്ങായിട്ട് കണക്ട് ചെയ്തില്ല എന്നും പറയും. അപ്പോൾ നീ ചോദിക്കും, ഞാനാ ഇത് ചെയ്തതെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നതെന്ന്. അപ്പോൾ റങ് പറയും, നീ തന്നെ ഇത് ചെയ്തത്, പിന്നെ വേറെ ആര് ചെയ്യാനാ? അന്നത്തെ ദിവസം ഞങ്ങളെല്ലാവരും പുറത്തു പോയിരുന്നു, നീ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നീ ആയിരിക്കും കോൾ എടുത്തിട്ടുണ്ടാവുക, വേറെ ആരും എടുക്കാനാന്നൊക്കെ ചോദിച്ച് ആകെപ്പാടെ ദേഷ്യപ്പെടും. നീ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് എന്ത് കിട്ടാനാന്ന് ചോദിക്കുമ്പോൾ റങ് ദേഷ്യപ്പെട്ടിട്ട് പറയും, കാരണം സോങ്ഷു അവിടെ ജോലി ചെയ്യണ്, അപ്പോൾ നിനക്ക് അവിടെ ജോലി കിട്ടും, എന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖിക്കാമല്ലോ എന്ന്. അത് കേൾക്കുമ്പോൾ സോങ്ഷുവിനും ദേഷ്യം വരും. അവൻ നിർത്തുമെന്ന് പറയും. റൊങ്ങാണെങ്കിൽ നിനക്ക് ഒരുപാട് പൈസ ഇല്ലേ, അപ്പോൾ നിനക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഞാൻ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ഇപ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഒരു നമ്പറേക്ക് കോൾ ചെയ്യും. ആ നമ്പർ ഒരു ഫേക്കായ നമ്പറായിരിക്കും. അവരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ കോൾ ചെയ്യുക. പക്ഷേ സോങ്ഷു അപ്പോഴേക്ക് ആ ഫോണ് തട്ടിയെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അവൻ ആ കോളിൽ ആരുമില്ല എന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും പറയും. അപ്പോൾ എല്ലാവരും കൂടി അവളെ കളിയാക്കും ചെയ്യും. അതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് നല്ല സങ്കടം വരും. അവൾ വേഗം സോങ്ഷുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോണും തട്ടിപ്പറിച്ച് അവിടെ നിന്ന് ഓടിപ്പോവും. സോങ്ഷും അവൾ തട്ടിപ്പറിച്ച് പോയ കയ്യിലേക്ക് തന്നെ നോക്കുന്നുണ്ടാവും. അവൾ അങ്ങനെ ഓടിപ്പോകുമ്പോൾ അവൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കും. അത് പഴയ കാര്യങ്ങളായിരിക്കും. സോങ്ങിനെ അങ്കിളിൻ്റെ വീട്ടിൽ കണ്ടതിന് ശേഷം അവൻ ഹോസ്റ്റലിലാണ് താമസിക്കണമെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾ ഹോസ്റ്റലിലേക്ക് താമസം മാറിയിട്ടുണ്ടാവുക, അവനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. റൊങ്ങും സോങ്ങും ചെറുപ്പം മുതലേ ഫ്രണ്ട്സും നെയ്ബേഴ്സും ആയതുകൊണ്ട് അവർ രണ്ടുപേരും ഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കോളേജിലൊരു സംസാരം ഉണ്ടാവും. അതൊക്കെ നീ അറിയുമ്പോൾ റൊങ്ങിൻ്റെ അടുത്ത് നേരിട്ട് പോയി ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ അവൾ ഇല്ല എന്ന് പറയുമ്പോൾ അവൾ നേരെ പോയി സോങ്ങിനെ
പ്രപ്പോസ് ചെയ്യും. പക്ഷേ അവന് അവളെ ഇഷ്ടമല്ല എന്ന് പറയും. പക്ഷേ അവൾ എന്തെങ്കിലും ഒരു ദിവസം എന്നെ ഇഷ്ടമാവെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. കുറച്ച് നാൾ കഴിയുമ്പോൾ കാര്യങ്ങളൊന്നും പക്ഷെ അങ്ങനെ ആവില്ല. സോങ്ങിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ തല്ലുണ്ടാക്കാൻ വേണ്ടി നീ വന്നിരിക്കുകയാണെന്ന് കോളേജിലൊക്കെ പാട്ടാവും. റോങ്ങിൻ്റെ ഇടയിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഇവൾക്ക് അറിയില്ലായിരുന്നു. അവൾ നേരെ സോങ്ങിന് മെസ്സേജ് അയക്കും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായെങ്കിൽ ആദ്യം പറയാറുന്നില്ലെന്ന് ചോദിച്ചിട്ട്. പക്ഷേ അവൻ്റെ അടുത്ത് തിരിച്ച് മെസ്സേജ് ഒന്നും വരില്ല. അവൾ നേരെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് വിഷമിച്ചിരിക്കും. അപ്പോൾ അവൾക്ക് തോന്നും അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇതാരാ ചെയ്തെന്ന് കണ്ടുപിടിക്കണമെന്ന്. പിന്നീട് അവൾ കോളേജിലേക്ക് വരുമ്പോൾ എല്ലാവരും അവളെ കുറ്റം പറയായിരിക്കും. അവൾക്കത് കേട്ട് നല്ല വിഷമാവും. എന്നിട്ട് അവൾ റൂമിൽ പോയി സാധനങ്ങളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഇറങ്ങി വരിക. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മറന്നു കളഞ്ഞേക്ക്, ഇത് നോക്ക്, എനിക്ക് സോങ്ഷു എൻ്റെ പിറന്നാളിന് ഗിഫ്റ്റ് തന്ന പുതിയ ഫോണാണെന്ന് പറഞ്ഞിട്ട് ആ ഫോണൊക്കെ കാണിച്ചു കൊടുത്ത് അവൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് നീനെ ദേഷ്യപ്പെടുത്തും. നീ എന്നിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. പിന്നീട് രാത്രി ആകുമ്പോഴാണ് ഇവരുടെ ക്യൂട്ട്നെസ് വാരി വിതരണ കൂട്ടുകാരി വരിക. അവൾ റൂമിലേക്ക് വരുമ്പോൾ എല്ലാവരും നല്ല ദേഷ്യപ്പെട്ട പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അവൾ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. പിന്നീട് റങ് ഫോണിൽ ആരടുത്തോ സംസാരിക്കുന്നത് അവൾ കേൾക്കും. എന്നിട്ട് അവളെ എല്ലാവരുടെ അടുത്തും ചോദിക്കുക എന്താ ഇവിടെ പ്രശ്നമെന്ന്. അപ്പോൾ അവിടെയുള്ള ഒരു ഫ്രണ്ട് ഇവളടുത്ത് എല്ലാ കാര്യങ്ങളും പറയും. നിങ്ങൾ അവളെ കുറ്റപ്പെടുത്തിയിട്ട് ഇവിടുന്ന് അവൾ പോയോ എന്ന് ആ ഫ്രണ്ട് ചോദിക്കും. അപ്പോൾ എല്ലാവരും അവൾ പോയി എന്ന് പറയുമ്പോൾ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഞാനല്ലാതെ അവളല്ല എന്ന് എല്ലാവരുടെ അടുത്തും അവൾ പറയും. നീ ആണെങ്കിൽ ഇതാരാ ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള തിരക്കിലായിരിക്കും. അപ്പോഴാണ് ആ ഫ്രണ്ട് കോൾ ചെയ്യുക. അപ്പോൾ അവൾക്കെല്ലാം മനസ്സിലാവും. പിന്നീട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നീയുടെ ഫ്രണ്ട് അവിടെ വെച്ച് എല്ലാവരുടെ അടുത്തും എല്ലാ സത്യങ്ങളും പറയും. റങ്ങിന് വന്ന് കോൾ എടുത്തത് അവളാണെന്നും പിന്നീട് അവർ നേരിട്ട് റങ്ങിനെ കോണ്ടാക്ട് ചെയ്തോണ്ടെന്ന് പറഞ്ഞു. അത് കാരണം കൊണ്ടാണ് പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതിരുന്നതെന്നും പറയും. അവിടേക്ക് നീയും വരും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ടാവും. പിന്നീട് എല്ലാ ഫ്രണ്ട്സും കൂടി നടന്നു പോകും. റങ് ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല. എല്ലാ ഫ്രണ്ട്സും അവളുടെ അടുത്ത് മുന്നേ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ ക്ഷമ ചോദിക്കും. അവർ വീണ്ടും പഴയ പോലെ ആവും. ഈ ന്യൂസ് ഷങ്സു അറിഞ്ഞിട്ടുണ്ടാവും. അവന് നീനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമം വരും. അവനങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് അവനെ കുറേ ഉപദേശിക്കും. നിനക്കിപ്പോൾ നല്ലൊരു ജോലി കിട്ടി, ഇനി നിനക്ക് നല്ലൊരു ലൈഫാണ് വേണ്ടത് എന്നൊക്കെ പറയും. റോങ്ങിനെ മാരേജ് ചെയ്യാനാണ് അവൻ്റെ അടുത്ത് പറയുക. അപ്പോൾ അവൻ ഇത് ഒക്കെ ഇപ്പം എന്തിനാ ആലോചിക്കണമെന്ന് പറയും. ഫാമിലികൾ തമ്മിലുള്ള എന്തോ കണക്ഷനാണ് റോങ്ങും ഇവനായിട്ടുള്ളത്, അല്ലാതെ ഇവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലൊന്നല്ല. പിന്നീട് നമ്മുടെ നീയെയാണ് കാണിക്കുക. അവൾ അടുത്ത ദിവസം രാവിലെ അവളുടെ പ്രൊഫസറെ കാണാൻ വേണ്ടി വരികയാണ്. അവൾ കുറച്ച് നെർവസ് ആയിരിക്കും. പിന്നെ അവൾ വാതിൽ തുറന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ അവിടെ ഷങ്സുനെയാണ് കാണുക. അവനെ കാണുമ്പോൾ അവൾ ഇവനെന്താ ഇവിടെ എന്ന് വിചാരിച്ച് അന്തമായിട്ട് നിൽക്കും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോസിന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.